വെച്ചാല് ഉം. ഞാനും യേശോപ്പനും ഇപ്പൊ ഭയങ്കര സംസാരവും ഡാഡി. ഞാൻ ഉം. ഇന്ന് എക്സാമിന് ഇരുന്നപ്പോ തന്നെ ഉം. എക്സാമിന്റെ കാര്യം പോരട്ട്. ഞാൻ ഉം. എക്സാമിന് ഇരുന്നപ്പം എനിക്കൊരു വചനം കിട്ടിയായിരുന്നു രാവിലെ. അതില് ഒരു വാക്കുണ്ടായിരുന്നു. ഒരു ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള വാക്ക്. ഉം. ഞാൻ പണ്ടേ ഹൈലൈറ്റ് ചെയ്തിട്ടിട്ടുള്ള വാക്കായിരുന്നു. ഉം. ബി പേഷ്യന്റ് ഒന്നും ഇതാക്കരുതെന്ന് പറഞ്ഞു. ഉം. അപ്പൊ ഞാൻ പേഷ്യന്റ് ആയിട്ട് തന്നെ ഇരുന്ന്. ഞാൻ ഒന്നും ടെൻഷൻ അടിച്ചില്ല. ടെൻഷൻ അടിക്കല്ലേ എന്ന് പറയുന്നു. ഡാഡിയും ടെൻഷനേ രാവിലെ അടിക്കരുത്. ടെൻഷൻ അടിക്കരുത്. ബി പേഷ്യന്റ്. ഹാപ്പി ആയിട്ടിരിക്കുക. സ്മൈൽ ചെയ്തിരിക്കുക. അപ്പൊ ഞാൻ ചിരിച്ചോണ്ടിരുന്നു. അപ്പായി അത് തന്നെ പറഞ്ഞത്. ആ ഉം. എന്നിട്ട് സാർ എന്നെ വിളിച്ച് ഉം. വന്നപ്പോ തന്നെ. ഉം. അപ്പൊ എല്ലാരും റെഡി ആയിട്ടിരിക്കുക പേപ്പറൊക്കെ എടുത്ത്. ഉം. പക്ഷെ സാറ് പറഞ്ഞ് അത് കുറച്ച് കഴിഞ്ഞിട്ടാ. എന്നിട്ട് എന്നെ വിളിച്ച്. ഉം. എന്നിട്ട് എന്റെ അടുത്ത് വിളിച്ചിട്ട് പറയാ, മോളെ അറ്റൻഡൻസ് ബുക്ക് അങ്ങ് എടുത്തോണ്ട് വരായിരുന്നു. ഞാൻ ഉം. നെട്ടിപ്പോയി. ഉം. ആരാ അങ്ങനെ ആദ്യമായിട്ടാ കേൾക്കുന്നത് അങ്ങേരാ ഒരു കുട്ടിയെടുത്ത് പറയുന്നത് ഞാൻ. അങ്ങനെ ഉം ഓക്കെ. അങ്ങനെ ഞാൻ നെട്ടിപ്പോയി. ഉം. അന്ന് 2 പീരീഡ് ഉണ്ടായിരുന്നല്ലോ. അടുത്ത പീരീഡൊന്നും TP ഇട്ടില്ല. ഉം. ആ സാ ഞാനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ സാറുമായിട്ടല്ലായിരുന്നു അന്നാള് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ശരിയാവുന്നില്ലെന്ന് പറഞ്ഞത് മലയാളം. ഉം മലയാളം നിനക്ക് പാടുമല്ലോ. അങ്ങേര് കാരണമാണ് ഞാൻ വായിക്കുന്ന മലയാളം ഇപ്പൊ തന്നെ. നന്ദി അപ്പ. ഉം അപ്പൊ സൂപ്പർ അല്ലേ. ഞാൻ അപ്പൊ ഇനി തൊട്ട് ബൈബിൾ ഇംഗ്ലീഷ് മാത്രം. അങ്ങേര് ഒരു നല്ല ആളാണ്. അങ്ങേർക്ക് പലതും ഹേറ്റ് ആയിട്ട് കിട്ടും. അത് മോളിപ്പോ അറിയുമെന്ന് പറഞ്ഞപ്പോ ഞാൻ അറ്റൻഡൻസ് ബുക്ക് എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പം സാറിന്റെ സ്റ്റാഫ് റൂം ഇതല്ലേന്ന് വെച്ചപ്പോ അവര് ജാടയിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി. അങ്ങനെ സംസാരിച്ചു. ഓക്കേ. ഞാൻ കുളിച്ചിട്ട് വരാം. ഞാൻ കുളിക്കട്ടെ. ശരി. അന്ന് എന്തായാലും നമ്മൾ പ്രാർത്ഥിച്ചപ്പം യേശുപ്പായും അമ്മായി എല്ലാം പ്രവർത്തിച്ചല്ലോ. നിന്നിലൂടെ ഇപ്പൊ തന്നെ. എനിക്ക് നേച്ചറിലൂടെ അല്ലല്ലോ, എന്നെ തന്നെ കൂടിയാണ് സംസാരിക്കുന്നത്. ആമേ. ഇപ്പം നേച്ചറിൽ പ്രകൃതിയിലൂടെ അല്ലാതെ കിറ്റാരിലൂടെ അപ്പായി അമ്മായി സംസാരിക്കാൻ തുടങ്ങി. അപ്പായ സംസാരിച്ചല്ലേ? അമ്മ സംസാരിച്ചു. ഇച്ചിരി നേരെ സംസാരിച്ചോളൂ. പക്ഷെ ശരി. അമ്മ ഒറ്റ വാക്ക് പറഞ്ഞിട്ട് അങ്ങ് നിർത്തി. ബി പേഷ്യന്റ് എന്നിട്ട് പോയി. ഞാനിത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കും എന്തായാലും. ഇത് ഇപ്പൊ കിട്ട സംസാരിച്ചു. കൊടുത്തോ. നന്ദിയപ്പാ. ഓക്കെ. ശരി. ശരി. ആ കിറ്റായിക്ക് എന്തായാലും വചനം കിട്ടിയില്ല. വചനം കണ്ടിന്യൂ വായിക്കണേ. ഫുള്ള് ബൈബിൾ വായിക്കണേ ഈ പ്രാവശ്യം. നന്ദിയപ്പാ.